ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 95 റിവ്യൂ. ഫിനാലെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹിക്കുന്നവർക്ക് വോട്ടിംഗ് കൊടുക്കൂ, അതിന് നിങ്ങൾ ശ്രദ്ധിക്കൂ. അനീഷും അനുമോളും തമ്മിൽ ആണ് മത്സരം. ആരാണ് ജയിക്കുക അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ അപ്പാനി ബിൻസിയോട് പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇനി ഇറങ്ങുവാൻ പോവുകയാണ്. അനുമോളുടെ പിആർക്ക് കൂടി എന്നെ നെറ്റീവ് ആക്കുമോ, പേടിയാണ് എനിക്കെന്ന് അപ്പാനി. ആദിലയും നൂറയും തമ്മിൽ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുന്ന സംസാരം. അനുമോളായിട്ട് കൂട്ടാണെങ്കിലും അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നൂറ. മസ്താനിയോട് സംസാരിക്കുന്ന അനുമോൾ. ഇവിടെയും വിഷയം ബിൻസിയും അപ്പാനിയുടെയും കാര്യമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ബിൻസിയോട് ആവശ്യമില്ലാത്ത അടുപ്പം കാണിക്കരുത് അപ്പാനിയോട് എന്ന് അനുമോൾ. ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്, ഷൈത്തിയും അങ്ങനെ കുറെ പേരൊക്കെ. അനുമോൾക്ക് ഇവിടെ എന്തിന്റെ കേടാണ് ശരിക്കും പറഞ്ഞാൽ? ബിൻസി പോയപ്പോൾ അപ്പാനിയെ കെട്ടിപ്പിടിച്ചും കിസ് ചെയ്തുമൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അനുമോൾക്ക് യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. അത് പോകുമ്പോൾ എല്ലാവരും ബോണ്ടൊക്കെ ആയിട്ടുള്ളവർ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, അതൊക്കെ ചെയ്യും, അത് സാധാരണമാണ്. അല്ലാതെ പ്രേക്ഷകർ അപ്പാനിയും ബിൻസിയുമായിട്ടുള്ള രംഗങ്ങളൊന്നും കണ്ടിട്ടുമില്ല. അനുമോൾ ഗെയിമിന് വേണ്ടി അനീഷിനെ കണ്ണും കലാശവും കാണിച്ചപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നെ ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് മനസ്സായെന്ന് മസ്താനി അനുമോളോട്. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു ചേർത്ത് പോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് മസ്താനി ബിൻസിയോട്. ഞാനിവിടെ എല്ലാവരും സൂചിപ്പിച്ചിട്ട് പോകാനല്ല വന്നതെന്ന് ബിൻസി മസ്താനിയോട്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മസ്താനി ചെയ്ത ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്, അതെന്റെ പ്രൊഫഷൻ നിനക്ക് അപ്പോൾ പറയാമായിരുന്നില്ലേ എന്ന് മസ്താനി ബിൻസിയോട്. ഞാൻ എന്റെ ദാരിദ്ര്യം വിറ്റ് ഇവിടെ സ്ക്രീൻ പേസ് ഉണ്ടാക്കിയില്ലേ എന്ന് നീ പറഞ്ഞില്ലേ എന്ന്. 14 ദിവസം കൊണ്ട് ഇറങ്ങി എന്നെ കളിയാക്കിയ നീയും 14 ദിവസം കൊണ്ട് ഏറ്റവും മോശം കണ്ടസ്റ്റന്റായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് ബിൻസി. ശരിക്കും പറഞ്ഞാൽ ബിൻസിയാണ് ഇവിടെ പ്രകോപിച്ച് തുടങ്ങിയത്. ബിൻസിക്ക് യാതൊരു ആവശ്യമില്ല പുറത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് മസ്താനി. മസ്താനിക്ക് ഇത് പറയേണ്ട കാര്യമില്ല. മസ്താനിയുള്ള ദേഷ്യം മുഴുവനുള്ള ബിൻസി പെട്ടെന്ന് ട്രിഗറായി. ആ ചാച്ചനുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, ആ ചാച്ചന്റെ ഓട്ടോയിലാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് അഭിമാനത്തോടെ എല്ലായിടത്തോടും പറയുന്ന ആളാണ് ഞാനെന്ന് എനിക്ക് പറയാൻ അങ്ങനെ ഒരു ചാച്ചനുണ്ട്, നിനക്ക് അതുമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബിൻസിയോടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് ബിൻസിക്ക് നെഗറ്റീവാണ്, അത് തെറ്റാണ്. നിന്നെ അടിച്ചു വളർത്താത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയതെന്ന് ബിൻസി പറയുന്നതെല്ലാം കൂളായി കേട്ടുകൊണ്ട് ബിൻസിയെ തന്നെ നോക്കി നിൽക്കുന്ന മസ്താനി. ഒന്നും മിണ്ടണ്ടെന്ന് അനുമോൾ മസ്താനിയോട്. പ്രവീണും അഭിലാഷും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അവരാരും ഒന്നും മിണ്ടുന്നില്ല. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റാണ് മസ്താനി എന്ന് ബിൻസി. നീ ഓട്ടോയിൽ കയറിപ്പോയ കാര്യം പറഞ്ഞതെന്തിനാന്ന് അഭിലാഷ് മസ്താനിയോട്. നീ എന്താ ഒന്നും മിണ്ടാത്ത, നിനക്കൊന്നും മിണ്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ഇരിക്കുന്ന ബിൻസി. അടുത്തത് പാട്ടിന്റെ അകമ്പടിയോടുകൂടി രേണുസുതി, ഒണിയൽ, ബിന്നി, ആര്യൻ, ലക്ഷ്മി, സാബു എന്നിവർ വരുന്നു. അവർ ഡാൻസ് ചെയ്യുന്നു, എല്ലാവരും സ്വീകരിക്കുന്നു, നന്നായി ഗെയിം കളിക്കുന്നു എന്ന് രേണുസുതി അനീഷിനോട്. ലക്ഷ്മി അനീഷിനോട് സംസാരിക്കുന്നു, അനീഷിന്റെ സ്വഭാവമായി മാറിയതിനെ പറ്റി സംസാരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ നല്ല സ്വഭാവം എന്നൊക്കെ പറയുന്നു അനീഷ്. പണപ്പെട്ടി ടാസ്കിൽ നിവിന് പങ്കെടുക്കാൻ പറ്റാത്തത് വിഷമമായി പോയെന്ന് ബിന്നി. പൈസ വേണ്ടവർക്കല്ലേ അത് കൊടുക്കേണ്ടതെന്ന് ബിന്നി. ഗ്രൂപ്പ് തിരിച്ചെത്തി, ഇനി ബുള്ളിങ് ചെയ്യാവുന്ന അക്ബറും ആര്യനും അപ്പാനിയും രേണ ഫാത്തിമയൊക്കെ. ആദിലും നൂറിയുമായിട്ട് തനിക്കൊരു പ്രശ്നമില്ലെന്ന് ആര്യൻ. ഒരു അച്ഛന്റെ സ്ഥാനമാണ് ഷാനവാസിനുണ്ടായിരുന്നതെന്ന് ആര്യൻ. അത് വളരെ ഗുണം ചെയ്തുവെന്ന് ആര്യൻ. ഷാനവാസിന്റെ അന്നത്തെ ഇഷ്യൂവിൽ സോറി പറയുന്ന ആര്യൻ. അടുത്ത ആക്ടിവിറ്റി ഏരിയയിൽ ബിഗ് ബോസ് അവിടെ അന്ന് വരെയുള്ള സംഭവങ്ങളുടെ ഒരു വീഡിയോസ് കാണിച്ചു കൊടുത്തു. എല്ലാവരെയും ദുഃഖകരമായ നിമിഷങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ശരിക്കും റീ എൻട്രി വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ കൂടുതലും പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. വന്നവരിൽ ഭൂരിഭാഗവും ഗെയിം കളിക്കാനാണ് വന്നത്. ഒരു ഗെയിമും കളിക്കാതെ മനോഹരമായിട്ട് നിന്നത് രേണുസുതിയൊക്കെയാണെന്ന് തോന്നുന്നു. ബിൻസിയൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തോന്നി. ബിൻസിയും മസ്താനും തമ്മിലുള്ള പുറത്തെ വിഷയം ഇവിടെ എടുത്തിട്ടുള്ള യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഊഷ്മളമായ ഒരു നിമിഷങ്ങളായി തീർന്നു. എല്ലാവരുടെയും ഇമോഷനുകൾ അവിടെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. മിക്കവരും തന്നെ കരയുന്നുണ്ടായിരുന്നു. ഇഷിനും അനുമോളും തമ്മിലുള്ള സംസാരം. എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ, എൻ്റെ പിആറിനെ പറ്റി ഇവിടെ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് പറഞ്ഞുകൊടുക്കുന്നത്. അവരെന്തൊക്കെയാണ് എന്നെപ്പറ്റി പറയുന്നത്, ഞാൻ അവരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 15 ലക്ഷം പിആർ വന്ന് ചോദിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പിആറിന് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നനുമോൾ. പിആറിനെ പറ്റി അല്ല വേറെ ഒന്നും പറയാനില്ല എന്ന് ചോദിക്കുന്ന ജിഷിൻ. മോഹഭാവമൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ എല്ലാവരും പെരുമാറാൻ ജിഷിൻ. ആദിലയും നൂറയും ബിൻസിയും ഷൈത്തിയും ഒക്കെയുള്ള കോൺവെർസേഷൻ. പ്രേക്ഷകർ ജയിക്കുമോ അതോ പിആർ ജയിക്കുമോ, അതാണ് എനിക്ക് കാണേണ്ടത് എന്ന് ആദില. ഒരു പിആർ ഇല്ലാത്ത ആൾക്കാരെ പോലെ. അനുമോളെ പരാജയപ്പെടുത്തി നൂറയ്ക്ക് കപ്പെടുക്കാൻ ആദിലേക്ക് സാധിക്കുമോ? ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തവർക്കുള്ള ഡയമണ്ട് നെക്ലേസ് കിട്ടിയത് ആര്യനാണ്. അത് ഫിനാലെ ഡേ ആര്യന് ലഭിക്കും. അതിനിടയ്ക്ക് ആദില കട്ടപ്പ 2 ആവുന്നു. ആദില തന്നെ പറയുന്നുണ്ട്, ഞാൻ കട്ടപ്പ 2ഓ 3ഓ ആയാലും എനിക്ക് കുഴപ്പമില്ല. ഗാർഡൻ ഏരിയയിൽ ഷൈത്തിയോട് സംസാരിക്കുന്ന ആദില. ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് ഭയപ്പെട്ട ദിവസങ്ങളിൽ അനുമോൾ ബാത്റൂമിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ ഒരു ഫോൺ നമ്പർ എഴുതി തരികയും അത് പിആറിന്റെ നമ്പറാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിആറിന് 50,000-ഓ 80,000-ഓ കൊടുത്ത് നൂറയെ സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല കാർട്ടാസ്കിൽ നൂറ അനീഷിന്റെ തോളിൽ കൈയിട്ട് അനീഷിനെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ ആര്യന് തള്ളിയപ്പോൾ അനുമോൾ ഞരമ്പ് കാണിച്ച് ആര്യൻ ഞരമ്പനാണെന്ന് സൂചിപ്പിച്ചുവെന്ന് പറഞ്ഞുവെന്ന് ആദില. ഇത് കേട്ടപ്പോൾ ഷൈത്തിയുടെ എക്സ്പ്രഷൻ കരഞ്ഞുകൊണ്ട്, അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ അയ്യോ എന്നൊക്കെ പറഞ്ഞ്. ആദിലയും കരഞ്ഞുകൊണ്ട്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ആദില. എന്തൊരു അഭിനയം, എന്തൊരു ആക്ടിങ്.
ആദിലയും കരയുന്നു. നൂറ വരുന്നു. നൂറയോട് പറയുന്നു, കരയുന്നു. എനിക്കെല്ലാം പുറത്തു പറയണമെന്ന് ആദില. അനുമോളോട് സംസാരിക്കുന്നതിനെപ്പറ്റി ഞാൻ ശക്തമായി വാദിക്കുമെന്ന് ആദില. അക്ബറും സരിക കലാഫനും ഒക്കെ വരുന്നു. സരിക പറയുന്നു, എനിക്ക് ഇതുപോലെ പറയാനുണ്ട് എന്ന് പറയുന്നു. ബിഗ് ബോസ് പറയുന്നു, പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന് ബിഗ് ബോസ്. ഇത്രയും നാളും ആദിലയ്ക്ക് ഈ കാര്യം പറയാനില്ല, ഇപ്പം പറയണം. എന്താണ് കാര്യം? അനുമോളെ എങ്ങനെയെങ്കിലും തകർക്കണം. ഇത്രയും നാൾ അനുമോളുടെ കൂടെ നിന്ന് അനുമോളുടെ ഒട്ടി നിന്ന് ഇവിടം വരെ എത്തി. ആദില അത്ര ഡീസൻ്റ് ആണെങ്കിൽ അന്ന് പറയണമെന്ന് അനുമോൾ എഴുതി തന്ന സമയത്ത് എനിക്കിത് പറ്റില്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറയണമായിരുന്നു. ഞാലമ്പൻ എന്ന് അനുമോൾ വിളിച്ചു എന്ന്. അതിൽ എത്രയോ വാക്കുകൾ ആദില പലരും വിളിച്ചിട്ടുണ്ട്. മോശം പദപ്രയോഗങ്ങൾ. വാഷ്റൂമിൽ സംസാരിക്കുന്ന ആദില, അക്ബർ, ഷാരിക, കെ.ബി, നൂറ, ആര്യൻ, ജിഷൻ തുടങ്ങിയവർ. അക്ബർ പറയുന്നു, ആര്യൻ്റെ അമ്മയുടെ പേജിലും എൻ്റെ ഭാര്യയ്ക്കെതിരെയും എൻ്റെ അമ്മയ്ക്കെതിരെയും അനുവിൻ്റെ PR വല്ലാതെ നെഗറ്റീവ് ആക്കുന്നു. അവർക്കെതിരെ എന്തിനാണ്? എനിക്കെതിരെ ചെയ്താൽ പോരെ, എൻ്റെ വീട്ടുകാർക്കെതിരെ എന്തിനാ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞ് കരയുന്ന അക്ബർ. എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത അക്ബറിനെതിരെ തിരിച്ചത് അനുമോളാണെന്ന് ആദില. ഇവിടെയുള്ള 25 കണ്ടസ്റ്റന്റിനെയും നെഗറ്റീവ് ആക്കിയത് വിഷമിപ്പിച്ചത് അനുമോളാണ്. അനുമോളുടെ PR ആണ്. ഇതിനെതിരെ ഞാൻ സംസാരിക്കുമെന്ന് ആദില. അനുമോൾക്കെതിരെയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ ഇന്നും തുറന്നു പറയുമെന്ന് ആദില. ആദില കരയുന്നു. അക്ബർ ഭയങ്കരമായിട്ട് കരയുന്നു. സ്റ്റോർ റൂമിൻ്റെ ബെല്ലടിക്കുന്നു. ആര്യൻ ഓടിച്ചെല്ലുന്നു. സ്റ്റോർ റൂമിൽ കൂടെയാണ് എൻ്റെ ചേട്ടൻ വന്നത് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ അവിടെ അതാ ജിസൈൽ. ജിസൈൽ എല്ലാവരുമായി സൗഹൃദം പങ്കിടുന്നു. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. ഇനിയുള്ളവരെല്ലാം ടോപ്പ് 7 എന്ന് ഫിനാലെയിൽ കയറിയവർ എന്ന് ബിഗ് ബോസ്. ഇത് പറഞ്ഞപ്പോൾ ആദിലയൊക്കെ ഡീസൻ്റ്. ആദില പിന്നെ പറയാനുള്ള രഹസ്യങ്ങളൊന്നും പിന്നെ പറയാൻ പോയില്ല. എന്തുമാത്രം സ്റ്റാൻഡാണ്. രാവിലെ ഒരു സ്റ്റാൻഡ്, ഉച്ചയ്ക്കൊരു സ്റ്റാൻഡ്, വൈകിട്ടൊരു സ്റ്റാൻഡ്, കിടക്കുമ്പോൾ ഒരു സ്റ്റാൻഡ്, ഇങ്ങനെ മാറി മറിഞ്ഞ് തിരിയുന്ന ഒരു സ്റ്റാൻഡുള്ള, ഇത്രയും സ്റ്റാൻഡുള്ള വേറെ ആൾ ബിഗ് ബോസിലില്ല. ആദില, അന്നൂറ. ഷാനവാസ് ആദില നൂറയെ വിളിച്ച് സംസാരിക്കുന്നു. ടോപ്പ് 7 നമ്മളെത്തി, ഇനി വഴക്കുണ്ടാക്കരുത്, എല്ലാവരും ഒന്നിച്ച് പോകണം, അനുമോളുമായിട്ട് കൂട്ടുകൂടണമെന്ന് പറയുന്നു. അനുമോൾ അവിടെ വരുന്നു. എല്ലാവരും ഒന്നിച്ച് സംസാരിക്കുന്നു. അതിലേക്ക് വലിയ താല്പര്യമില്ല, എങ്കിലും ഒന്നിച്ച് സംസാരിക്കുന്നു. വീണ്ടും ഒന്നിക്കുന്നു. കുറച്ചു മുമ്പ് അപ്രിയ സത്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ ആളാണ്. അതിലെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. എല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞ ആൾ ടോപ്പ് 7 എത്തിയപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് അക്ബർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരത്തെപ്പറ്റി കമൻറ്റ് ചെയ്യുമോ?